നിഹാൽ സ്പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. 2026 IPL സീസണിലെ മുംബൈ ഇന്ത്യൻസിന്റെ നിരാശാജനകമായ പ്രകടനത്തിന് കാരണം ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയാണ്. പറയാൻ പോയാൽ ഏറ്റവും മികച്ചൊരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസിന്റെ ശക്തമായ നിരയെ നമുക്കൊന്ന് എടുത്തു പറയേണ്ടതുണ്ട്. രോഹിത് ശർമ്മ, ഈ വർഷം ലേലത്തിലെടുത്ത ക്ലിന്റൺ ഡീകോക്ക്, റിയാൻ റിക്കൾട്ടൺ, അത് കഴിഞ്ഞാൽ വണ്ടോണായി ഇറങ്ങാൻ സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, നമന്ദീർ, കുംഫു ഹർദിക് പാണ്ഡ്യ, റുദർഫോർഡ്, മിച്ചൽ സാന്റ്നർ. ബൗളിങ്ങിലാകട്ടെ ലോകോത്തര ബൗളറായ എല്ലാവർക്കും പേടി സ്വപ്നമായ യോർക്കർ കിങ്ങായ ജസ്പ്രീത് ബുംറയും, ന്യൂസിലാൻഡിന്റെ അപകടകാരിയായ പേസർ ട്രെന്റ് ബോൾട്ടും, ദീപക് ചഹറും അശ്വിനി കുമാറും ചേർന്ന ഒരു നിര തന്നെയുണ്ട് മുംബൈ ഇന്ത്യൻസിന്. പറയാൻ പോയാൽ ഏറ്റവും ആരാധകരുള്ള ഒരു ടീമാണ്. ദൈവത്തിൻ്റെ പോരാളികളാണ് അവർ. പക്ഷെ എവിടെയാണ് പാഴ്ച പറ്റുന്നത്? ഇപ്പോൾ ഓപ്പണിങ്ങിൽ റിയാൻ റിക്കൾട്ടണും അന്ന് ക്ലിന്റൺ ഡീകോക്കും ചേർന്ന് ഒരു മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടി തുടങ്ങി. ക്ലിന്റൺ ഡീകോക്കിൻ്റെ ആദ്യ കളിയിൽ തന്നെ ക്ലിന്റൺ ഡീകോക്ക് സെഞ്ചുറി അടിച്ചു. പക്ഷേ ആ കളി അവർക്ക് ഒട്ടും നിരാശാജനകമായ ഒന്നായിരുന്നു. പിന്നെ ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടു റിയാൻ റിക്കൾട്ടൺ ഒരു സെഞ്ചുറി അടിച്ചു. പക്ഷെ ടീമിന് വിജയിക്കാൻ പറ്റിയോ? ഇല്ല. എന്തുകൊണ്ടാണ്, എവിടെയാണ് പാഴ്ച വരുന്നത് എന്ന് പറഞ്ഞാൽ ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ നിന്നാണ്. ഒരു സത്യം പറയാൻ പോയാൽ ഏറ്റവും മികച്ചൊരു ടീം, നിര കൂടുതലുള്ള ടീമാണ്. അപ്പോൾ ഹർദിക് പാണ്ഡ്യ എന്ത് ചെയ്യണം? ഓപ്പണിങ് മികച്ച രീതിയിൽ ചെയ്യണം, പിന്നെ വൺ ഡൗണായി മികച്ച രീതിയിൽ ഇറക്കണം, ഹർദിക് പാണ്ഡ്യ നല്ല രീതിയിൽ കളിക്കണം. പിന്നെ ബൗളിങ്ങിൽ റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻമാർക്ക് എങ്ങനത്തെ ബൗളർമാർ വേണമോ ആ രീതിയിൽ ബൗളർമാരെ ഇറക്കി വിടണം. വെറുതെ 4 ഓവർ എറിയണമേ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. രോഹിത് ശർമ്മയുടെ കീഴിലുള്ള മുംബൈ ഇന്ത്യൻസിന് 5 കിരീടം കിട്ടി. പക്ഷേ ഹർദിക് പാണ്ഡ്യയുടെ മികവിൽ ഒരു കിരീടം കിട്ടിയോ? ഒരു കിരീടവും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നിരാശയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ വക നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസി രാജിവെച്ചുകൊണ്ട് രോഹിത് ശർമ്മയ്ക്ക് തൻ്റെ പഴയ ഹിറ്റ്മാന് തന്നെ ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ മാറിക്കൊടുക്കണം, രാജിവെച്ചു കൊടുക്കണം. കൃത്യമായ ഒരു ക്യാപ്റ്റൻ്റെ യോഗ്യത അദ്ദേഹത്തിനില്ല. ഹർദിക് പാണ്ഡ്യയെ ഞാനൊന്നും പറയുന്നില്ല. ഹർദിക് പാണ്ഡ്യ എങ്ങനത്തെ ആളാണ്? നല്ല ഹിറ്ററാണ്. ബൗളിങ്ങിലും ആകട്ടെ ബാറ്റിങ്ങിലും ആകട്ടെ നല്ലൊരു ഹിറ്ററാണ്. ഫീൽഡിങ്ങിലും നല്ല മികച്ചൊരു രീതി അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ മികവ് കാരണമാണ് ഇത്രത്തോളം മുംബൈ താഴ്ന്നു പോയത്. എങ്ങനെ വിജയിച്ചു വരുന്ന ടീമായിരുന്നു ഈ സീസൺ മുംബൈ ഇന്ത്യൻസിന് നിരാശയായിരുന്നു തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു, ആകെ 2 വിജയം മാത്രം, ബാക്കിയെല്ലാം പരാജയം. പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്ത്. ഇത് മുംബൈ ഇന്ത്യൻസിന് ഇനി ഉറപ്പായും വീണ്ടും ഒരു കൃത്യമായൊരു നടപടി എടുക്കണം. ഇനി രോഹിത് ശർമ്മ, പഴയ രോഹിത് ശർമ്മയ്ക്ക് തന്നെ കിരീടം കൊടുത്താൽ മാത്രമേ ഇനി 6ാം കിരീടം സ്വപ്നം കാണാൻ പറ്റുള്ളൂ. ഇനി 2027 6ാം കിരീടം മുംബൈയുടെ ചരിത്ര റെക്കോർഡിൽ എഴുതണമെങ്കിൽ ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കണം. അത് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റ് അതിൻ്റെ നടപടി കൃത്യമായി എടുക്കണം. ഏത് താരങ്ങളെ ഏത് രീതിയിൽ പ്രയോഗിക്കണമെന്ന് ഹർദിക് പാണ്ഡ്യയ്ക്ക് അറിയുന്നില്ല. പക്ഷേ രോഹിത് ശർമ്മയ്ക്ക് അത് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം ഒരു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ഇതിഹാസ താരമാണ് രോഹിത് ശർമ്മ. പക്ഷേ ഹർദിക് പാണ്ഡ്യയ്ക്ക് തനത് ശൈലിയുണ്ടെങ്കിലും ക്യാപ്റ്റനും ഒരു ടീമിനെ മൊത്തത്തിൽ നയിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം ഒരു കൃത്യമായിട്ട് ഒരു നടപടി, ഒരു അഴിച്ചുപണി നടത്തണം. ഇനി ജസ്പ്രീത് ബുംറയ്ക്ക് 2 കളികൾ ഒരു ഇടവേള കൊടുക്കണം. 2 കളികൾ ഇടവേള കൊടുത്തിട്ട് ഇപ്പോൾ കേശവ മഹാരാജിനെയോ അല്ലെ അള്ളാ ഗസൻഫറിനെയോ ഇറക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാ ടീമിലുള്ള എല്ലാ പ്ലെയേഴ്സിനെയും ഒന്ന് ട്രെയിനിങ് കൊടുക്കണം. പിന്നെ അവർക്കൊരു അവസരം കൊടുക്കണം. അപ്പോൾ എടുത്തു ചാടിയിട്ട് ഹർദിക് പാണ്ഡ്യ മോശം പ്രകടനം കാഴ്ചവെക്കരുത്. സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ടീം അത് മുംബൈ ഇന്ത്യൻസ് ആണ്. ഈ IPL 9 ടീമുകളുണ്ട്.
അതിലേറ്റവും കൂടുതൽ 10 ടീമുകളിൽ 9 ടീമുകൾക്കും ഇല്ലാത്ത ആരാധകരാണ് അത് മുംബൈ ഇന്ത്യൻസിനുള്ളത്. കാരണം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ദൈവത്തിൻ്റെ പോരാളികൾ എന്ന് പേര് വന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ ടീമാണത്. എന്ത് മികച്ചൊരു ടീമായിരുന്നു. 5 തവണ ചാമ്പ്യനാണ് അവർ. പക്ഷേ ഈ ഹർദിക് പാണ്ഡ്യയുടെ ഈ ഒരു മികവിൽ ഇങ്ങനെ തരം താഴ്ത്തപ്പെടുകയാണ്, ആരാധകരെ നിരാശപ്പെടുത്തുകയാണ്. പക്ഷേ ടീമിൽ ഇത്രത്തോളം പ്ലെയേഴ്സ് ഉണ്ട്, ചോദിച്ചാൽ ഇത് ഏത് ടീമിനും ഉണ്ടാകില്ല ഇങ്ങനത്തെ പ്ലെയേഴ്സ്. എൻ്റെ മോന് ജസ്പ്രീത് ബുംറയുണ്ട്, പിന്നെ അതുകൂടാതെ സൂര്യകുമാർ യാദവ് ഉണ്ട്. പക്ഷേ ഈ സീസണിൽ സൂര്യകുമാറിൻ്റെ ഫോം ഔട്ട് അത് മുംബൈക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. ആ ഫോം ഔട്ട് എല്ലാം പരിഹരിക്കണമെങ്കിൽ സൂര്യകുമാറിനെ 2 കളി മാറ്റിയിട്ട് അവിടെ വിൽ ജാക്സിനെയോ അല്ലേ നമന്തീറിനെയോ ആ പൊസിഷനിലിട്ട് കളിപ്പിച്ച് പിന്നെ 2 കളി ഇടവേളയ്ക്ക് ശേഷം സൂര്യകുമാർ യാദവിനെ കളിപ്പിച്ചാൽ സൂര്യകുമാറിന് മികച്ചൊരു രീതി കാഴ്ചവെക്കാൻ പറ്റും. എല്ലാ സൂര്യകുമാറും മോശം ഫോം തുടരുന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ മാറ്റിമറിക്കാൻ സാധിക്കും. പക്ഷെ അത് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ആയ പിന്നെ എന്ത് നടക്കാനാണ്. ഇപ്പോൾ ഗ്രീസിൽ അപകടകാരിയായ ഉദാഹരണം ട്രാവിസ് ഹെഡോ ഇഷാൻ കിഷാനോ ഗ്രീസിലുണ്ടെങ്കിൽ അവരുടെ കൂട്ടുകെട്ടിനെ പൊളിക്കാൻ എങ്ങനെ അറിയണമെന്ന് ക്യാപ്റ്റന്മാർക്ക് അറിയാം. പക്ഷെ അത് ഹർദിക് പാണ്ഡ്യക്ക് അറിയില്ല. എന്ത് തന്നെ തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും അവരുടെ കൂട്ടുകെട്ട് പൊളിക്കാൻ അത് ഹർദിക് പാണ്ഡ്യക്ക് കഴിയില്ല. അത് കൃത്യമായി ജസ്പ്രീത് ബുംറയ്ക്ക് നൽകണോ, അല്ലാതെ അശ്വിനി കുമാറിന് നൽകണോ, ഇനി സ്പിന്ന് സാന്റ്നറിന് നൽകണം, ഏത് രീതിയിൽ ചെയ്യണമെന്ന് അവർക്ക് ഹർദിക് പാണ്ഡ്യക്ക് തീരെ അറിയുന്നില്ല. അപ്പോൾ ഇതിനെ മാറ്റിമറിക്കാൻ നിങ്ങൾ മാനേജ്മെൻറ്റ് തീരുമാനിക്കണം ഒരു കാര്യം. നമ്മളിവിടെ പഴയ പ്രതാപത്തിലോട്ട് മുംബൈ ഇന്ത്യൻസിനെ കൊണ്ടെത്തിക്കണം. ഈ ആരാധകരുടെ പിന്തുണ ഏറ്റവും കൂടുതലുള്ള മുംബൈ ഇന്ത്യൻസിൻ്റെ പഴയ പ്രതാപത്തിലോട്ട് വീണ്ടും തിരികെ എത്തിക്കണം. അതിന് സാധിക്കും. ഇനി എല്ലാ കളിയും ജയിച്ചാൽ ഒരു സാധ്യത മുംബൈക്ക് ഉണ്ടെങ്കിലും പക്ഷെ അത് എല്ലാ കളിയും ജയിച്ചു എന്ന് വരില്ല. അത് ഹർദിക് പാണ്ഡ്യയാണല്ലോ ക്യാപ്റ്റൻ. ഫസ്റ്റ് നല്ല ക്ലിൻടൺ ഡീകോക്കിനെ ഇറക്കി, ആദ്യ കളി തന്നെ സെഞ്ചുറി അടിച്ചു, പിന്നെ അടുത്ത കളിയിൽ തരം നിരാശപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തെ ഇറക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇവിടെ ഒരു കൊളപ്രേഷൻ വന്നു. പിന്നെ റിയാൻ റിക്കൽട്ടൻ ഇറങ്ങി. അത് കഴിഞ്ഞ് 1 ഡൗൺ ആയിട്ട് നമന്തീറും സൂര്യകുമാറും വന്നു. പിന്നെ ഇന്നലത്തെ ഓപ്പണിംഗ് വിൽ ജാക്സ് ആയിരുന്നു. വിൽ ജാക്സ് അടിച്ചു പറത്തിയത് 20 പന്തിൽ വിൽ ജാക്സ് അടിച്ചെടുത്തത് 43 റൺസ് ആയിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടോ, വിൽ ജാക്സ് ഒരു ഓൾറൗണ്ടറാണ്. ഓൾറൗണ്ടർ ഇറങ്ങിയിട്ട് ഓപ്പണിങ്ങിൽ നിന്നാലും അദ്ദേഹം അടിക്കും. അപ്പോൾ ഇത്രയും സ്ട്രോങ് ഉള്ള മുംബൈ ഇന്ത്യൻസ് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ക്യാപ്റ്റൻസിയാണ്. ഒരു ഓൾറൗണ്ടർ ഇങ്ങനെയെല്ലാം മികവോടെ ഓപ്പണിങ്ങിൽ ഇറങ്ങി കളിക്കുന്നു എന്ന് വെച്ചാൽ എന്താ, മുംബൈക്ക് കിരീടത്തിലെത്താൻ കഴിയില്ലേ? 6ാം കിരീടത്തിലെത്താൻ കഴിയില്ലേ? തീർച്ചയായും എത്താൻ കഴിയും. പക്ഷേ ക്യാപ്റ്റൻ പഴയ ഹിറ്റ്മാന് കൊടുക്കണം. ഹിറ്റ്മാന് കൊടുത്ത് പഴയ പ്രതാപത്തിലോട്ട് മുംബൈയെ തിരികെ എത്തിക്കുന്നതിലാണ് ഇനിയുള്ള 6ാം കിരീടത്തിൻ്റെ റെക്കോർഡ് കിടക്കുന്നത്. 5 കിരീടമായ 2 ടീമുകളാണുള്ളത് ഈ IPL സീസണിൽ. അതിനെ കടത്താൻ വന്ന മുംബൈ ഇന്ത്യൻസിൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല. ഇനി അടുത്ത സീസണിൽ അത് സാക്ഷാത്കരിക്കാൻ ഇനി ടീം മാനേജ്മെൻറ്റ് അഴിച്ചുപണികൾ നടത്തണം. മുംബൈ ഇന്ത്യൻസിൽ നല്ല ഫോറിൻ പ്ലെയേഴ്സിനെ എടുത്ത് അടുത്ത സീസണിൽ ക്യാപ്റ്റൻസി മാറ്റി നല്ല മികച്ച ഹർദിക് പാണ്ഡ്യയെ ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. അദ്ദേഹം ടീമിലൊരു മിഡിൽ ഓർഡർ കളിക്കാനുണ്ടെങ്കിൽ മാത്രമേ ആ മധ്യനിര ശക്തമാകുള്ളൂ. ഒരു ഹിറ്ററാണ് അദ്ദേഹം. മധ്യനിര ശക്തമാകണമെങ്കിൽ അദ്ദേഹം വേണം. അപ്പോൾ അദ്ദേഹവും ടീമിൽ വേണം. ക്യാപ്റ്റൻസിയിൽ മാറ്റവും വരുത്തണം. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമൻറ്റിലൂടെ പറയൂ. വീണ്ടും ഒരു വീഡിയോയായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.